ഹായ്! പ്രീബയോട്ടിക്, പ്രോബയോട്ടിക് ഈ വാക്കുകളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലേ. ചിലപ്പോൾ ഇതൊക്കെ എന്താ സംഭവമെന്നൊരു കൺഫ്യൂഷൻ തോന്നും. പക്ഷേ പേടിക്കണ്ട, നമ്മുടെ ആരോഗ്യത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ എന്താണെന്ന് വളരെ സിമ്പിളായി നമുക്കിന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ശരിക്കും ഇവ തമ്മിലുള്ള വ്യത്യാസം? നമുക്കൊന്ന് നോക്കിയാലോ? തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഗട്ട് ഹെൽത്ത്, അതായത് കുടലിന്റെ ആരോഗ്യം നമ്മുടെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ മനസ്സിലാക്കുന്നത് അതിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആളിലേക്ക് വരാം. പ്രീബയോട്ടിക്. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇത് നമ്മുടെ വയറ്റിലുള്ള നല്ല ബാക്ടീരിയകൾക്കുള്ള ഫുഡാണ്. അവരുടെ ഒരു ഫ്യുവൽ, അത്രയുള്ളൂ. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രീബയോട്ടിക് ശരിക്കും നമുക്ക് വേണ്ടിയുള്ളതല്ല. ഇതൊരു തരം ഫൈബറാണ്. നമ്മുടെ കുടലിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് നല്ല ബാക്ടീരിയകൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം. അവയ്ക്ക് വളരാനും പെരുകാനും ഒക്കെ ഈ ഫുഡ് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഭക്ഷണം എവിടുന്നാ കിട്ടുക? ഭാഗ്യത്തിന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സാധനങ്ങളിലൊക്കെ ഇതുണ്ട്. വെളുത്തുള്ളി, ഉള്ളി, ഓട്സ്, പിന്നെ നമ്മുടെ ഏത്തപ്പഴം, ചെറുപയർ, ആപ്പിൾ, ഇതിലൊക്കെ ഇഷ്ടം പോലെ പ്രീബയോട്ടിക്കുകളുണ്ട്. ഇനി ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സിമ്പിളാണ്. നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകളുടെ എണ്ണം കൂടും, ദഹനം അടിപൊളിയാവും, മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ കുറയും. അതുമാത്രമല്ല, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും വെയിറ്റ് മാനേജ് ചെയ്യാനുമൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. കണ്ടില്ലേ, ചെറിയൊരു ഭക്ഷണകാര്യം എത്ര വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അടുത്തയാളെ പരിചയപ്പെടാം. പ്രോബയോട്ടിക്. പ്രീബയോട്ടിക് ഭക്ഷണമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആരാണ് ഈ പ്രോബയോട്ടിക്? അവരാണ് നമ്മുടെ നല്ല സുഹൃത്തുക്കൾ, അതായത് ആ നല്ല ബാക്ടീരിയകൾ തന്നെ. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ജീവനുള്ള ബാക്ടീരിയകൾ തന്നെയാണ്. ചില പ്രത്യേക ഭക്ഷണങ്ങൾ വഴി ഇവയെ നമുക്ക് ശരീരത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഗട്ടിലുള്ള നല്ല ബാക്ടീരിയകളുടെ ടീമിലേക്ക് പുതിയ ആൾക്കാരെ ചേർത്ത് അതിനെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കുന്നു. ഇതൊക്കെ എവിടെയാ കിട്ടുക എന്നല്ലേ? നമ്മുടെ എല്ലാം വീട്ടിലുള്ള തൈര്, മോര്, പുളിപ്പിച്ച ഇഡ്ഡലി ദോശമാവ്, ഇതിലൊക്കെ പ്രോബയോട്ടിക്കുകൾ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ കിംചി, ഫെർമെന്റ് ചെയ്ത അച്ചാറുകൾ, ഇതൊക്കെ നല്ല ഉദാഹരണങ്ങളാണ്. ഈ നല്ല സുഹൃത്തുക്കളെ കൂട്ടിച്ചേർക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഒരുപാടുണ്ട്. ദഹനം മെച്ചപ്പെടുത്തും, വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കും. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നറിയാമോ? ഇത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വരെ സപ്പോർട്ട് ചെയ്യും. അതെ, നമ്മുടെ കുടലും ബ്രെയിനും തമ്മിൽ ഭയങ്കര ഒരു കണക്ഷനുണ്ട്. അതിനെയാണ് നമ്മൾ ഗട്ട് ബ്രെയിൻ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് നമുക്കൊന്ന് ചുരുക്കി പറയാം. ആ വ്യത്യാസം ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി കാണാം. പ്രീബയോട്ടിക് എന്ന് പറയുന്നത് ഫുഡാണ്. അത് ഓൾറെഡിയുള്ള ബാക്ടീരിയകളെ പോഷിപ്പിക്കുന്നു. എന്നാൽ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് ആ നല്ല ബാക്ടീരിയ തന്നെയാണ്. അത് നമ്മുടെ ടീമിലേക്ക് പുതിയ മെമ്പേഴ്സിനെ ചേർക്കുന്നു. ഈയൊരു വ്യത്യാസം ഓർത്തുവെച്ചാൽ മതി. ഇപ്പം നമുക്ക് ഭക്ഷണത്തെപ്പറ്റിയും അറിയാം, നല്ല ബാക്ടീരിയകളെപ്പറ്റിയും അറിയാം. ഇനി ഇവ രണ്ടും ഒന്നിച്ചാൽ എന്ത് സംഭവിക്കും? അതാണ് സിംബയോട്ടിക്. രണ്ടും കൂടെ ഒന്നിച്ചു പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ ടീം. ഇതിന്റെ ഈക്വേഷൻ വളരെ സിമ്പിളാണ്. പ്രീബയോട്ടിക് പ്ലസ് പ്രോബയോട്ടിക് ഈക്വൽ ടു സിംബയോട്ടിക്. അതായത് നല്ല ബാക്ടീരിയകളും അവയുടെ ഭക്ഷണവും ഒരുമിച്ച് ഒരൊറ്റ പാക്കേജിൽ വരുന്നതുപോലെ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം? വളരെ എളുപ്പമാണ്. തൈരിൽ കുറച്ച് പഴം അരിഞ്ഞിട്ട് കഴിക്കുക. അല്ലെങ്കിൽ ഓട്സിൻ്റെ കൂടെ തൈര് ചേർക്കുക. മോരിൽ കുറച്ച് ഉള്ളി ചേർത്താൽ പോലും അത് അടിപൊളി ഒരു സിംബയോട്ടിക് കോമ്പിനേഷനായി. കണ്ടോ, നമ്മുടെ ഭക്ഷണത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുമ്പോഴോ ഗുണങ്ങൾ ഡബിളാവും. ഇത് നമ്മുടെ ഗട്ട് ഹെൽത്ത് നന്നായി മെച്ചപ്പെടുത്തും, ദഹനം കൂട്ടും, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. അതുമാത്രമല്ല, ചില വിറ്റാമിനുകൾ ഉണ്ടാക്കാനും നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യത്തിനും വരെ ഇത് നല്ലതാണ്. അപ്പോൾ ശരി, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കിയാലോ? ഇതാണ് ഓർത്തുവെക്കാനുള്ള ഏറ്റവും സിമ്പിളായ സംഗ്രഹം. പ്രീബയോട്ടിക് അത് നല്ല ബാക്ടീരിയയുടെ ഫുഡ്. പ്രോബയോട്ടിക് അത് നല്ല ബാക്ടീരിയകൾ തന്നെ. സിംബയോട്ടിക് ഇവ രണ്ടും ഒരുമിച്ച് ചേർന്നത്. സിമ്പിളല്ലേ? അപ്പോൾ പോകുന്നതിന് മുൻപ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡെയിലി ഡയറ്റിലുണ്ടോ? നിങ്ങളുടെ ഗട്ട് ഹെൽത്തിനെ പറ്റിയൊന്ന് ചിന്തിക്കാനും അത് മെച്ചപ്പെടുത്താനുള്ള ഒരു തുടക്കമാവാനും ഈ അറിവ് നിങ്ങളെ സഹായിക്കട്ടെ.